Assalamualaikum. Welcome back to Dailydishes. ഇന്ന് ഞാൻ നല്ലൊരു ബീഫ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. നല്ല നാടൻ രീതിയിലുള്ള ഒരു ബീഫ് ബിരിയാണി. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബിരിയാണിക്ക് വേണ്ടി 1 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണിക്കാവുമ്പോൾ നമ്മൾ ബീഫ് കുറച്ച് വലിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ കുറച്ച് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് ബിരിയാണിക്ക് നല്ലത്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫിന് കുറച്ച് അധികം വേവുള്ളതുകൊണ്ട് ഒരു പ്രഷർ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാണ് എളുപ്പം. അപ്പോൾ ഞാൻ ഈ ബീഫിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 5-6 വിസിൽ വേണ്ടി വരും ബീഫ് വെന്ത് വരാൻ. പല ബീഫിനും പല വേവായിരിക്കും. ചില ബീഫ് ഒരു 5-6 വിസിലാകുമ്പോഴേക്ക് തന്നെ വെന്ത് കിട്ടാറുണ്ട്. ചിലത് കുറച്ചും കൂടെ സമയം വേണ്ടി വരും വെന്ത് വരാൻ. ഇപ്പോൾ ഒരു 5 വിസിലൊക്കെ വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു 7 വിസിലൊക്കെ വന്ന ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് നമുക്ക് മസാലയിൽ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ബീഫൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ബിരിയാണിക്ക് വേണ്ട റൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. റൈസ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. റൈസ് ഞാൻ പ്രഷർ കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ബീഫ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുക്കർ ഞാൻ വീണ്ടും അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറൊന്ന് ചൂടായി വന്നതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി നെയ്യൊന്ന് ചൂടായി വന്നതിലേക്ക് ഗരം മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ഏലക്കായ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 5-6 ഗ്രാമ്പൂ, പിന്നെ 2 കഷ്ണം കറുവപ്പട്ട. ഇനി ഇതൊന്ന് മൂത്ത് തുടങ്ങിയതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് അരിക്ക് വേണ്ടിയിട്ട് 5.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട ഉടനെ തന്നെ ഇത് വേഗം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. 1 വിസിൽ വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിലുള്ള പ്രഷറൊക്കെ ഒന്ന് കളയണം. പ്രഷർ കളഞ്ഞ ശേഷം നമുക്ക് ഈ കുക്കറിൻ്റെ മൂടി തുറക്കണ്ട. നമുക്കിതിലേക്ക് വേണ്ട മസാലയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ ശേഷം കുക്കർ തുറന്നാൽ മതി. അപ്പോൾ ആ ചെറിയൊരു ചൂടിലിരുന്നിട്ട് റൈസ് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ളൊരു വേവായി കിട്ടും. അപ്പോൾ നമുക്ക് ഈ റൈസ് ഇനി മാറ്റി വെച്ചിട്ട് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊരു വലിയ പാത്രം എടുത്തിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് കൂടുതൽ വേണ്ടവർക്ക് ഓയിലിന് പകരം നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചൂടായി വന്നതിലേക്ക് ഒരു വലിയ സവാള നല്ല കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് കളർ മാറി തുടങ്ങുന്നവരെ തീ ഒന്ന് കൂട്ടി വെക്കാം. കളർ മാറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ടിത് നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് കളർ മാറാൻ നിൽക്കണ്ട. പിന്നെ നമ്മളിത് ഓയിലിൽ നിന്ന് മാറ്റിയ ശേഷം ഇതൊന്ന് കളർ മാറി വരും. അപ്പോൾ ഈ ഒരു കളറായി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ സവാള ഈ ഓയിലിൽ നിന്ന് മാറ്റിയ ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കാഷ്യൂനട്ടും കിസ്മിസും നമുക്ക് ബിരിയാണിക്ക് അത്ര നിർബന്ധമൊന്നുമില്ല. ചെറുതായി ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്, കാണാനും നല്ലൊരു ഭംഗിയാണ്. എന്നാൽ സവാള അങ്ങനെയല്ല. സവാള ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമാണ് ബിരിയാണിക്ക്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ശേഷം ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഈ ഓയിലിലേക്ക് ഒരു 4 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്നൊന്ന് വഴന്നു വരാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് വഴന്ന് നല്ല കുഴഞ്ഞ് വരണം. സവാള നന്നായിട്ട് വഴന്ന് വന്നാലേ ബിരിയാണിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വലിയ വെളുത്തുള്ളി മുഴുവനും പിന്നെ അതിൻ്റെ പകുതിയോളം ഇഞ്ചിയും ഒരു 8 പച്ചമുളകും കൂടെ ചതച്ചെടുത്തുള്ളതാണ്. പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതില്ലെങ്കിൽ നമ്മൾ എരിവിന് വേണ്ടി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്.
അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് ഇതിൽ കാര്യമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അധികം അരച്ച് പേസ്റ്റ് ആക്കി എടുക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. അതാണ് ബിരിയാണിക്ക് ടേസ്റ്റ്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് നല്ലൊരു മഞ്ഞ കളർ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ അതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു മഞ്ഞ കളർ മതിയെങ്കിൽ അത് തന്നെ മതിയാവും, പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 3 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ട് ഞാൻ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി കുറച്ച് സമയം ഇതിലിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഈ തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരാൻ വേണ്ടി ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയൊന്നും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് തന്നെ ഓയിൽ നിന്ന് മാറ്റി കൊടുക്കണം. കൂടുതൽ കളർ മാറാൻ നിന്നാൽ പിന്നെ നമ്മളിത് ഓയിൽ നിന്ന് മാറ്റി ശേഷം ഇരുന്നിട്ട് ഇതൊരു കരിഞ്ഞ പോലെ ആവും. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മസാലയ്ക്ക് അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആകെ ഈ ബിരിയാണിയിലേക്ക് എടുത്തിട്ടുള്ളത് 1/4 കപ്പ് മല്ലിയിലയും 1/4 കപ്പ് പുതിനയിലയാണ്. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് നമ്മൾ വേവിച്ചെടുത്തപ്പോൾ അതിൽ ബാക്കി വന്നിട്ടുള്ള വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബീഫ് മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇത് നമുക്കൊരു 15 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്ക് ബീഫിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വന്നോളും. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കൂടുതലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. മസാലയ്ക്ക് ഇതിലേക്കൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇതിലിപ്പോൾ പാകത്തിന് വെള്ളമായിട്ടുണ്ട്. കൂടുതൽ ഡ്രൈ ആക്കി എടുക്കണ്ട, കുറച്ചൊരു ഗ്രേവി വേണം. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതിൽ നിന്നും പകുതി മസാല ഒന്ന് മാറ്റി വെക്കാം. നമ്മളിത് 2 ലെയറായിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് അടിയിൽ മസാലയും അതിൻ്റെ മുകളിലായിട്ട് റൈസ് വെച്ചിട്ടും ദം ചെയ്തെടുക്കാം. ഇങ്ങനെ 2 ലെയറായിട്ട് ദം ചെയ്തെടുക്കുമ്പോൾ മിക്സ് ചെയ്തെടുക്കാനും എളുപ്പമാണ്. പിന്നെ റൈസിലേക്കൊക്കെ മസാല നന്നായിട്ടൊന്ന് പിടിച്ച് വരികയും ചെയ്യും. പകുതി മസാല മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ള മസാല ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസ് നോക്കാം. റൈസ് ഞാൻ മസാല തയ്യാറാക്കുന്നതിന് മുന്നേ തയ്യാറാക്കി വെച്ചിട്ട് ഇപ്പോഴേ അതിൻ്റെ മൂടി തുറന്നിട്ടുള്ളൂ. ഇപ്പോൾ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഓരോരോ റൈസും വിട്ട് വിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഈ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഊറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. റൈസ് വേവ് വരെ പോകുന്നുള്ള പേടിയും വേണ്ട. നല്ല പാകത്തിന് വെന്ത് കിട്ടും. ഇനി ഈ റൈസൊന്നും പകുതി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി റൈസ് മസാലയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോളയൊന്നും കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ചേർക്കാം. ഇനി ഒരു നുള്ളു ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. മസാലയ്ക്ക് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റൈസൊക്കെ നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും, പിന്നെ മല്ലിയിലയും പുതിനയിലയും, പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കണം.
വേണമെങ്കിൽ നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് മുകളിലൊന്ന് കവർ ചെയ്ത ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ മൂടി നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ആവിയൊന്നും പുറത്തൊന്നും പോവില്ല. ഈ മൂടിയുള്ള ഹോൾ ഞാനൊരു പേപ്പർ ചുരുട്ടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. അടി കരിഞ്ഞു പോകുമെന്ന് തോന്നുകയാണെങ്കിൽ താഴെ ഒരു പഴയ പാൻ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ ഈ ബിരിയാണി പാത്രം വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ താഴെ മുകളിലും കനലിട്ടിട്ട് ദം ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബിരിയാണി പാത്രം തുറന്നാൽ മതി. അപ്പോൾ ഒന്ന് ഇരുന്നിട്ട് ബിരിയാണിയൊക്കെ നല്ല സെറ്റായി വരും. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. റൈസും ബീഫൊന്നും പൊടിഞ്ഞു പോവാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫിലേക്കൊക്കെ മസാല നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല നാടൻ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.